91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി. ജനുവരി 5-ന് അവസാനിക്കും. ശിവഗിരി തീർത്ഥാടനത്തിന് മുന്നോടിയായി ശ്രീനാരായണ ഭക്തർക്ക് അറിവ് പകരുന്നതിനുള്ള പ്രഭാഷണങ്ങളും വിശേഷാൽ സമ്മേളനങ്ങളുമാണ് നടന്നുവരുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ വിഭാവനം ചെയ്ത സർവമത സമന്വയത്തിന്റെ ശതാബ്ദി എന്നതാണ് 99ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ പ്രധാന സവിശേഷത. ആലുവയിൽ ഗുരുദേവൻ സംഘടിപ്പിച്ച സർവമത മഹാസമ്മേളനത്തിന്റെ ശതാബ്ദി ഈ തീർത്ഥാടന വേളയിലാണ്. പല്ലനകുമാരകോടി ഇത് ഞങ്ങളുടെ കുമാരനാശാൻ പദയാത്ര സമിതിയുടെ നേതൃത്വത്തിൽ രണ്ടാമത്, യൂണിയന്റെ എല്ലാം കൂടെ നോക്കി കഴിഞ്ഞാൽ 10ാമത് പദയാത്ര. 10 വർഷം. ഇതിനകത്ത് 125 പേര്. ഇത് 30-ാം തീയതി ഉച്ചയ്ക്കല്ലേ. വിവിധ യൂണിയനുകളുടെയും ക്ഷേത്രങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദയാത്രകൾ ശിവഗിരിയിൽ എത്തിത്തുടങ്ങി. ശിവഗിരി തീർത്ഥാടനത്തിന്റെ 99ാം വർഷമായ ഇത്തവണ തീർത്ഥാടന വേദിയിൽ ജ്വലിപ്പിക്കാനുള്ള ദിവ്യജ്യോതി തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. ഇത് 9ാമത്തെ പദയാത്രയാണ് YSDP നടത്തുന്നത്. ഞങ്ങൾ 155 കിലോമീറ്റർ താണ്ടിയാണ് ശിവഗിരി കുന്നിൽ ചെന്നത്. ഓരോ വർഷവും ഞങ്ങൾ അതിന് പോകാനുള്ള താല്പര്യവും ആൾക്കാരുടെ എണ്ണവും കൂടിക്കൂടി വരും. ഗുരുവിലുള്ള വിശ്വാസമാണത് കാണിക്കുന്നത്. ഇതിനകത്ത് 135 പേര് വളരെ നല്ല രീതിയിൽ അച്ചടക്കത്തോടെ പോകും. ഒരു പ്രയാസവും ഇല്ല. ആൾക്കാരെല്ലാം നടക്കുന്നു. ചെറിയ ചെറിയ വിശ്രമ സ്ഥലങ്ങൾ ഓരോ 3-4 കിലോമീറ്റർ പോകുമ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഞങ്ങൾ 5 മിനിറ്റ് ഇരിക്കാറുണ്ട്. പ്രീതി നടേശൻ അവർക്കാണ് പ്രഥമ പതാക കൈമാറി പദയാത്ര ഉദ്ഘാടനം ചെയ്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി VN വാസവൻ അവർ എന്നത്. ഇത് ഡിസംബർ 29-ാം തീയതി ശിവഗിരി കുന്നിലെത്തും. പക്ഷേ ഞങ്ങൾ 30-ാം തീയതി രാവിലെ 11 മണിക്കാണ് സമർപ്പണം നടത്തുന്നത്. 4 ദിവസം കൊണ്ട് ഞങ്ങൾ 157 കിലോമീറ്റർ താണ്ടി ശിവഗിരി കുന്നിലെത്തും. ന്യൂസ് ബ്യൂറോ, ചാനൽ 91.